സർ, ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു ടൈംസ് നൗവിൻ്റെ ഒരു സർവേ നടന്നായിരുന്നു. അപ്പോൾ ആ സർവേ ഫലങ്ങൾ NDAക്ക് അനുകൂലമായിട്ടാണ് വിധി പറയുന്നത്. എന്തായിരിക്കും സർ ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത്? NDAക്ക് ഒരു ക്ലീൻ സ്വീപ്പ് നമുക്ക് പറയാൻ സാധിക്കുമോ? അങ്ങനെ അത്ര ദുർബലമാണോ അവിടെ RJDയും കോൺഗ്രസും? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ബീഹാറിൽ സാമാന്യം ശക്തമായ മത്സരം തന്നെ പ്രതീക്ഷിക്കാം. അവിടുത്തെ ഭരണപക്ഷമായ ദേശീയ ജനാധിപത്യ സഖ്യവും, അതായത് നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും BJPയും ഹിന്ദുസ്ഥാൻ അവാം പാർട്ടിയെല്ലാം ചേർന്ന സഖ്യം, രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും എല്ലാം ചേർന്ന ഒരു സഖ്യം. ഓൺ പേപ്പർ അതിന്റെ ഒരു കാസ്റ്റ് കോയലീഷൻ അഡ്വാൻറ്റേജിയസ് ആയി തോന്നാം. അതനുസരിച്ച് ഇപ്പോഴത്തെ ഇൻകംബന്റ് എന്ന നിലയിലുള്ള അഡ്വാൻറ്റേജസ്, ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ വരുന്ന സോപ്പുകൾ, രാഷ്ട്രീയ സോപ്സ്, ഇതിന്റെ എല്ലാം പ്രയോജനം ലഭിക്കാം. അതാണ് ടൈംസ് നൗവിന്റെ സർവേയിൽ റിഫ്ലക്ട് ചെയ്യുന്ന നമ്പേഴ്സ്. പക്ഷേ ദർ ഇസ് എൻ അണ്ടർലൈയിങ് സ്പിരിറ്റ് ഫോർ ചേഞ്ച് ഇൻ ബീഹാർ. നോക്കൂ, ബീഹാർ എക്കാലത്തും രാഷ്ട്രീയ ഭൂകമ്പങ്ങളുടെ സ്ഥിരാകേന്ദ്രമായിരുന്നു. 77 ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള വലിയ പോരാട്ടം, പ്രതിപക്ഷ നിരയുടെ വലിയ പോരാട്ടത്തിന്റെ കുന്തമുനിയായ ജയപ്രകാശ് നാരായൺ, അദ്ദേഹത്തിന്റെ പടയോട്ടവും തുടങ്ങുന്നത് ബീഹാറിൽ നിന്നാണ്. BJPയുടെ രഥയാത്രയെ തടഞ്ഞു നിർത്തിയ ഒരു മുസ്ലിം യാദവ രാഷ്ട്രീയമുണ്ട്. അന്ന് ലാലു പ്രസാദ് യാദവ് കൊണ്ടുവന്ന ഒരു ജാതി രാഷ്ട്രീയം ഉണ്ട്, അല്ലെങ്കിൽ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഉണ്ട്, സ്വത്വ രാഷ്ട്രീയം. ഇതിന്റെ പ്രഭവ കേന്ദ്രവും ഉത്തർപ്രദേശിനേക്കാളും കൂടുതൽ ബീഹാറിലാണ്. ബീഹാർ പിന്നീട് പിളർന്ന് ജാർഖണ്ഡ് മാറിപ്പോയി. അപ്പൊ ട്രൈബൽ മേഖലകൾ ജാർഖണ്ഡായിട്ട് മാറി. എന്നിരുന്നാലും യഥാർത്ഥത്തിൽ സ്വത്വ രാഷ്ട്രീയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കും ബീഹാറിന്റെ ആത്യന്തികമായ വിധി. ഇവിടെ നോക്കൂ, രാഹുൽ ഗാന്ധി തന്റെ വോട്ട് അധികാർ യാത്രയ്ക്ക് തിരഞ്ഞെടുത്ത ഇടം ബീഹാറാണ്. 65 ലക്ഷം പേരാണ്, ഏതാണ്ട് 8 കോടി ജനസംഖ്യയിൽ 65ഓളം വോട്ടർമാരാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തുപോയത്. അതിൽ 20 ലക്ഷത്തിൽ പരം പേര് മരിച്ചുപോയത് തന്നെയാണ് അംഗീകരിക്കുന്നു. മറ്റുള്ളവർ പിന്നാക്കക്കാരും അതീവ പിന്നാക്കക്കാരും നിരക്ഷര കുക്ഷികളും ഒക്കെയാണ് എന്ന ഒരു വാദമുയർത്തിക്കൊണ്ട് അവരുടെ വോട്ട് പരമാവധി സ്വാംശീകരിക്കാൻ, അല്ലെങ്കിൽ ഒരു കാലത്ത് വോട്ട് ചെയ്യാത്തൊരു വിഭാഗമുണ്ട് ബീഹാറിൽ. ഒരിക്കലും വോട്ട് 58-60% കൂടുതൽ കടന്നിട്ടില്ല ബീഹാറിൽ. ഇത് പരമാവധി പിന്നാക്ക വിഭാഗങ്ങളെ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ചിറകിലേറി പോളിംഗ് ബൂത്തിൽ എത്തിച്ച് വോട്ട് ലഭിക്കുന്ന ഒരു മോഡിലേക്ക് കൊണ്ടുവരികയാണ് വോട്ട് അധികാർ യാത്ര. അപ്പൊ സാമാന്യം നല്ല ജനക്കൂട്ടത്തെ തന്നെയാണ്. വിമർശകർ പറയും ആ ജനക്കൂട്ടം ആള് കൂടുന്നത് വോട്ടാവില്ല. കൃത്യമായി പറയാനാവില്ല. കാരണം തേജസ്വി യാദവ് ഇപ്പൊ രാഹുൽ ഗാന്ധിയേക്കാൾ 10-20 വയസ്സ് എളുപ്പമുള്ള ആളാണ്. പക്ഷെ ലാലു പ്രസാദ് യാദവ് എങ്ങനെയാണോ, അതിന്റെ പിതാവ് ലാലു പ്രസാദ് യാദവ് എങ്ങനെയാണോ ജനക്കൂട്ടത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ബീഹാറി പ്രാദേശിക ഭാഷ സംസാരിച്ചുകൊണ്ട് ജനക്കൂട്ടത്തുമായിട്ട് താതാത്മ്യപ്പെട്ടത്, അതേ മെയ്വഴക്കത്തോടുകൂടി ലാലുവിന്റെ മകൻ തേജസ്വി യാദവ് ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന കാഴ്ച കണ്ടു. രാഹുൽ ഗാന്ധി ആൻഡ് തേജസ്വി യാദവ് ഈസ് എ ഡെഡ്ലി കോമ്പിനേഷൻ ഇൻ ബീഹാർ. ഇത് തുച്ഛീകരിച്ച് കാണാൻ NDA ശ്രമിക്കുകയാണെങ്കിൽ മഹാഗഠബന്ധൻ എന്ന ഒരു ഫാക്ടർ അവിടെ തുച്ഛീകരിച്ച് കാണാൻ പാടില്ല. ഇവിടെയാണ് നല്ല പോരാട്ടമായിരിക്കും ബീഹാറിൽ നടക്കുന്നത് എന്ന എൻ്റെ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനം ഇതാണ്. അത് മാത്രമല്ല, നിതീഷ് കുമാർ പഴയ പ്രതാപത്തിന്റെ നിഴലിൽ മാത്രമാണ്. നോക്കൂ, നിതീഷിന്റെ ജനതാദൾ യുണൈറ്റഡ് വാസ് ദ സീനിയർ പാർട്ട്ണർ ഹിസ്റ്റോറിക്കലി BJP. നിതീഷിന് മുഖ്യമന്ത്രി പദം, പക്ഷെ വോട്ട് എത്തിക്കുന്നത് BJP. പക്ഷേ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറി. ഏതാണ്ട് ഒരേ നമ്പർ സീറ്റുകളിൽ BJPയും RJDയും ജനതാദൾ യുണൈറ്റഡും മത്സരിക്കുമ്പോഴും BJPയുടെ ടാലി 234-243-75 നിൽക്കുമ്പോൾ ജനതാദൾ യുണൈറ്റഡിന്റെ ടാലി വളരെ താഴെ പോയി 43 മറ്റോ ആയി മാറി. അപ്പോൾ BJPയാണ് സീനിയർ പാർട്ടി. ഇപ്രാവശ്യം ഭരണത്തിലെത്തിയാൽ BJPക്കായിരിക്കും മുഖ്യമന്ത്രി പദം എന്ന ഒരു ചിന്ത നിതീഷ് കുമാറിനെ വല്ലാതെ അലട്ടുന്നുണ്ടാവും. JDUവിന്റെ കോർ വോട്ട് ബാങ്ക് അത് കുർമീസ് ആണ്. അതുപോലെ അതീവ പിന്നാക്കക്കാരായ ആളുകൾ, മഹാദളിതുകൾ. ഇതാണ് നിതീഷിന്റെ ആ സഖ്യത്തിന്റെ NDA സഖ്യത്തിന്റെ ബീഹാറിലെ വോട്ട്. അതേസമയം സോളിഡ് യാദവ് ആൻഡ് മുസ്ലിം വോട്ട് ബാങ്ക്
സോളിഡ്ലി ബിഹൈൻഡ് തേജസ്വി യാദവ് ആൻഡ് RJD കോൺഗ്രസ് കമ്പൈൻ. അപ്പം മഹാഗഠബന്ധന്റെ ഒരു വോട്ട് ബേസിലേക്ക് ഇളക്കം തട്ടിക്കാൻ NDAക്ക് കഴിയുന്നില്ല എന്നതാണ് കാര്യം. അതോടൊപ്പം തന്നെ നിഷ്പക്ഷ വോട്ടുകൾ, ഇവിടെ എല്ലാം കള്ളക്കളിയാണ്, ഇലക്ഷൻ കമ്മീഷൻ വലിയ രീതിയിൽ ബാധകം ചെയ്തിരിക്കുന്നു എന്ന ഒരു പ്രചരണം കുറച്ചു പേരെങ്കിലും ഏറ്റുപിടിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ബീഹാറിൽ ചലനമുണ്ടെങ്കിൽ ആ ചലനം ദേശീയ രാഷ്ട്രീയത്തിൽ കൃത്യമായി പ്രതിഫലിക്കും. കാരണം ദേശീയ രാഷ്ട്രീയത്തിലെ പ്രാധാന്യം എന്ന് പറയുന്നത് ബീഹാറിലെ ജനതാദൾ യുണൈറ്റഡിന്റെയും ഹിന്ദുസ്ഥാൻ അവാം പാർട്ടിയുടെയും അതുപോലെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയുടെയും ലോക് ജനശക്തിയുടെയും ബലത്തിലാണ് 18 MP-മാരാണ് അവരെ കൊടുക്കുന്നത്. ഈ 18 MP-മാരുടെയും ചന്ദ്രബാബു നായിഡുവിന്റെയും ബലത്തിലാണ് ലോക്സഭയിൽ നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത്. ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ പിൻവലിക്കുമെന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ബീഹാറിൽ നിതീഷ് കുമാർ പരാജയപ്പെടുന്നു എന്ന് കരുതുക. നിതീഷ് കുമാറിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുക? ഇതൊരു വലിയ ചോദ്യമാണ്. നിതീഷ് കുമാറിന്റെ മകൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു, അദ്ദേഹത്തിന്റെ പ്രവേശനവും ഇല്ലെങ്കിൽ. പിന്നെ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് മറുകണ്ഠം ചാടുന്നതെന്ന് ഉറപ്പില്ലാത്ത, യാതൊരു തത്വദീക്ഷയും ഇല്ലാത്ത ഒരു നേതാവാണ്. പക്ഷെ ബീഹാറിന് സ്റ്റെബിലിറ്റി കൊണ്ടുവന്ന നേതാവും നിതീഷ് കുമാർ തന്നെയാണ്. ഈ ജംഗിൾ രാജിൽ നിന്നും ഒരു സിവിലൈസ്ഡ് ബീഹാറിലേക്കുള്ള പ്രയാണത്തിൽ നടുനായകത്വം വഹിച്ചത് അത് എവിടെ നിൽക്കുമ്പോഴും UPA-യിൽ നിന്നാലും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ നിന്നാലും, ഇന്ത്യ മുന്നണിയുടെ തലതൊട്ടപ്പനാണെന്ന് ഓർക്കണം, ഇന്ത്യ മുന്നണിയുടെ കൺവീനർ ആയിരുന്ന ആൾ വൺ ഫൈൻ മോർണിംഗ് പെട്ടെന്ന് NDA-യിൽ വരികയാണ്. അത് NDA-യിൽ നിന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയിലേക്ക് പോയതും ഇന്ത്യ മുന്നണിയിൽ നിന്നും തിരിച്ച് പിന്നെ NDA-ലേക്ക് വന്നതും. അതുകൊണ്ട് നിതീഷ് കുമാറിന്റെ ചാഞ്ചാട്ടങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ഒരു വിശകലനം ചെയ്യാനാവില്ല. അതുകൊണ്ട് കാറ്റെങ്ങനെ മാറുന്നോ അതനുസരിച്ച് നിൽക്കാൻ വിദഗ്ധനാണ് ഈ പറയുന്ന നിതീഷ് കുമാർ. അതുകൊണ്ടാണ് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോരാട്ടം കടുക്കും ബീഹാറിലെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബീഹാറിലെ പോരാട്ടം ഒരുപക്ഷെ ബീഹാറിന് വെളിയിൽ ചലനങ്ങൾ ഉണ്ടാകും. കാരണം കോൺഗ്രസ് ഉയർത്തുന്ന ഒരു പ്ലോയുണ്ട്. അത് ശരിയാകാം, തെറ്റാവാം. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംബന്ധമായ ആരോപണങ്ങൾ ജനം പരിഹസിച്ച് തള്ളുന്നത് നമ്മൾ കണ്ടു. കാരണം അത് തെളിയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. നല്ലൊരു റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ കർണാടകത്തിലെ മഹാദേവപുര മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തിയ 1,250 വോട്ടുകൾ ഒരു നിയമസഭാ മണ്ഡലത്തിൽ തന്നെ അധികമായി ചേർക്കപ്പെട്ടു. അതിൽ പലതും വ്യാജമാണ് എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്നതിൽ കോൺഗ്രസ് ഭാഗികമായിട്ടെങ്കിലും വിജയിച്ചു. അങ്ങനെയാണെങ്കിൽ ദേശവ്യാപകമായി അട്ടിമറികൾ നടന്നു എന്ന മുറവിളി വലിയ തോതിൽ സ്ഥിരീകരിക്കാനായിട്ടില്ല, തെളിയിക്കാനായിട്ടില്ല. ഹരിയാനയിൽ, മഹാരാഷ്ട്രയിൽ, അതുപോലെ ബീഹാറിലും അതിനുള്ള ഒരുക്കങ്ങളാണ്. ഈ പരിപ്പ് കുറെയൊക്കെ ബീഹാറിൽ വേവുന്നുണ്ടെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് NDA സംബന്ധിച്ചിടത്തോളം വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നീങ്ങാവുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. ആന്റി ഇൻകംബൻസി ഇഫക്റ്റ് ഉറപ്പായി ഉണ്ടാവും. അതോടൊപ്പം ചേർത്ത് വായിക്കണം, പുതിയ പാർട്ടി അല്ലെ, പ്രശാന്ത് കിഷോറിന്റെ തുടങ്ങിയ ജൻസ്വരാജ് പാർട്ടി അവരെന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവര് കിഴക്കൻ ബീഹാർ മേഖലയിൽ പ്രത്യേകിച്ച് CPI ML മുതലായ കക്ഷികൾക്ക് നിർണായക സ്വാധീനമുള്ള, അത് ഇന്ത്യ മുന്നണിയിലാണ്. ആ മേഖലയിൽ ജൻസ്വരാജ് പാർട്ടിക്ക് ചില സ്വാധീന മേഖലകളുണ്ട്. വേണമെങ്കിൽ പോക്കറ്റ് ബറോസ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഹിന്ദുസ്ഥാൻ ആ പാർട്ടിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ, ജൻസ്വരാജ് പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ 5-6 സീറ്റുകളായിരിക്കാം. പക്ഷെ അവിടെ കുറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ടാലിയിൽ നിന്നാണ്, അതായത് മഹാഗഠബന്ധന്റെ ടാലിയിൽ നിന്നാണ് കുറയാൻ പോകുന്നത്. അവിടെ അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈറ്റ് കോൺടെസ്റ്റ് വരുമ്പോൾ അഡ്വാൻറ്റേജ് BJP ആൻഡ് NDA എന്ന രീതിയിൽ വരാം. പക്ഷെ അതിനെ ചെക്ക്മേറ്റ് ചെയ്യാൻ കുതിരക്കച്ചവടത്തിന് വളരെ പ്രശസ്തമായ നാടുമാണ് ബീഹാർ. കാരണം ചെറിയ കക്ഷികൾ, ഒരുപാട് കക്ഷികൾ ഇവിടെ ഉണ്ട്. ഈ പിന്നെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച അല്ലെ, മാഞ്ചിയുടെ പാർട്ടി, അതുപോലെ ചിരാഗ് പാസ്വാന്റെ പാർട്ടി. അപ്പം ദളിത് കാസ്റ്റ് കോമ്പിനേഷൻ അല്ലേ, ദളിതുകൾ, മഹാദളിതുകൾ, ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുമെന്ന് കരുതാനാവില്ല. യാദവ് വിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കുമായിരിക്കും. പക്ഷെ നോൺ യാദവ് യാദവ് നിൽക്കുന്നിടത്ത് നിൽക്കില്ല മറ്റ് OBC-കൾ. ഇപ്പൊ യാദവരുടെ ഒരു മേധാവിത്വം പലപ്പോഴും യാദവരല്ലാത്ത OBC-കൾ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മുസ്ലിം MY കോമ്പിനേഷൻ, ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന്റെയും ഇവിടെ ബീഹാറിൽ പിന്നെ തേജസ്വി യാദവിന്റെയും ഒക്കെ തട്ടകം എന്ന് പറയുന്നത് MY മുസ്ലിം യാദവ് കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷൻ ഇപ്പോഴും ഇൻടാക്റ്റ് ആണ്. പക്ഷെ അത് മതിയാവില്ല ഇലക്ഷൻ ജയിച്ചു വരാൻ.
ഇപ്പം മുന്നാക്ക് വിഭാഗക്കാരുടെ, അതായത് മുന്നാക്ക് വിഭാഗക്കാരായ ഠാക്കൂർമാരുടെ വോട്ടുകൾ, അവരുടെ കയ്യിലാണ് പണം, അവരുടെ കയ്യിലാണ് ആയുധങ്ങൾ, അവരുടെ കയ്യിലാണ് മറ്റ് സംവിധാനങ്ങൾ, മാധ്യമങ്ങൾ. അപ്പം ഇതെല്ലാം ചേർന്ന് വായിക്കുമ്പോൾ പോരാട്ടം കെടുക്കാനുള്ള സാധ്യതയാണ്. അതേസമയം അതിശക്തമായ തീവ്ര റാഡിക്കൽ ഇടതുപക്ഷ വിങ്ങികൾ ബീഹാറിൽ സജീവമാണ്. നക്സൽ വിഭാഗങ്ങൾ, അവർ CPI ML ഒക്കെ സജീവമാകുന്നതിന്റെ അടിസ്ഥാനം അതാണ്. ചില മേഖലകളിൽ അവർക്കാണ്. അത് മാത്രമല്ല, ഈ കോൺഗ്രസിന് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഇയർമാർക്ക് ചെയ്തൊരു സംസ്ഥാനം ബീഹാറാണ്. അത് വളരെ അൺലൈക്ലി ആയിട്ട് തോന്നാമെങ്കിലും ബീഹാറിൽ മുമ്പ് ഒരു കോൺഗ്രസ് തട്ടകം ഉണ്ടായിരുന്നു. അത് പതിയെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സീറ്റുകളുടെ എണ്ണത്തിൽ തട്ടി ഇന്ത്യ മുന്നണിയിൽ വൻ പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം. ഇപ്പോൾ കോൺഗ്രസ് RJD സഖ്യം, RJD കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നു. കോൺഗ്രസ് ഏതാണ്ട് 70 സീറ്റിലാണ് മത്സരിച്ചത്. 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് കേവലം 19 സീറ്റിലാണ് വിജയിച്ചു വന്നത്. അതേസമയം RJD മത്സരിച്ച ഭൂരിപക്ഷം സീറ്റുകൾ വിജയിച്ചു. അത് 50% കൂടുതൽ സീറ്റുകൾ വിജയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതും RJD ആണ്. അപ്പൊ കോൺഗ്രസ് എന്ന ദുർബലമായ ഡെഡ് ഹോഴ്സിനെ ചുമലിലേറ്റി RJD മുന്നോട്ട് പോകുമ്പോൾ അത് RJDക്ക് ബാധ്യതയാകുന്നതുകൊണ്ട് ഇപ്രാവശ്യം ഒന്നുകിൽ വിജയസാധ്യതയുള്ള സീറ്റുകൾ കോൺഗ്രസ് ചോദിച്ചു വാങ്ങും, അല്ല എങ്കിൽ കോൺഗ്രസ് ഏറെ സീറ്റുകൾ മത്സരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരുപാട് പരാജയത്തിന്റെ ലിസ്റ്റ് പേറേണ്ടി വരും. അതുകൊണ്ട് സീറ്റ് വിഭജനം ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്കും കടുകട്ടിയാകാം. അതേസമയം BJP മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വോട്ട് മാറ്റം നടക്കും. കാരണം ജനതാദൾ യുണൈറ്റഡ് 1ാം സ്ഥാനത്ത് ഉണ്ടാവില്ല, ഉറപ്പാണ്. കാരണം നിതീഷ് കുമാർ അല്ല അടുത്ത മുഖ്യമന്ത്രി എന്നത് ഉറപ്പായി ചിന്തിക്കേണ്ടി വരും. കാരണം ദേശീയ തലത്തിൽ NDA സഖ്യം ബീഹാറിൽ ജയിച്ചു വന്നാൽ ബീഹാറിൽ ആദ്യത്തെ BJP മുഖ്യമന്ത്രി ഉണ്ടാവും. അതിനോട് എങ്ങനെയാണ് ജനതാദൾ യുണൈറ്റഡും നിതീഷ് കുമാറും പ്രതികരിക്കുന്നത്, അതും നോക്കിക്കാണേണ്ട കാര്യമാണ്. അതോ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ലാലു സംഘവും കോൺഗ്രസും എല്ലാം ചേർന്ന് ഒരു അവിയൽ രൂപത്തിൽ ഒരു മുന്നണി BJP മാറ്റി നിർത്തി ബീഹാറിൽ പുത്തൻ പരീക്ഷണങ്ങൾ നടക്കുമോ? ആത്മഹത്യാപരമാണെന്ന് തോന്നാം, പക്ഷെ രാഷ്ട്രീയമാണ്, ബീഹാർ രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.